ടെക്നോ പാർക്ക് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് കേരള IT ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡിങ് ഉണ്ടല്ലോ. ടെക്നോ പാർക്ക് വാസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പാർക്ക് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രിക് ആയിട്ട് ടെക്നോ പാർക്കും, കൊച്ചി സെൻട്രിക് ആയിട്ട് ഇൻഫോ പാർക്കും, കാലിക്കറ്റ് സെൻട്രിക് ആയിട്ട് സൈബർ പാർക്കും, 3 ഡിഫറെൻറ്റ് ബ്രാൻഡിങ് എന്ന് മാത്രമേ ഉള്ളൂ. എസെൻഷ്യലി ദീസ് ആർ ഓൾ ദ സെയിം. വി ജസ്റ്റ് വാണ്ട് ടു ഗിവ് എ ഡിഫറെൻറ്റ് ഫ്ലേവർ ടു കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു അപ്പെക്സ് ബോഡി ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ ഹെഡഡ് ബൈ മീ. ഇറ്റ്സ് കോൾഡ് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഈ 4 ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കേരള IT എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. എനിക്കൊന്ന് കോൺസിക്യൂട്ടീവായിട്ട് 11 വർഷമായിട്ട് കേരള IT ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ടെക്നോളജി ലെവലിലെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്, ആളുകളുടെ റെസ്പോൺസുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ദിസ് ഇയർ ഈസ് ഓൾസോ വെരി എക്സൈറ്റിംഗ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ടെക്നോളജി പോർട്രേ ചെയ്യുന്നതിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു വ്യത്യാസം ഞങ്ങൾ കാണുന്നുണ്ട്. 2 മേഖലയിലാണ് അത് വരുന്നത്. ഒന്ന്, ഞങ്ങളുടെ ഇപ്പോൾ ഈ വന്നിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ കേരള ITയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഡീലിങ്ങിൽ ഞങ്ങൾ ചെയ്യുന്നത് SME സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനികൾക്ക് നമ്മൾ സ്പേസ് ആണല്ലോ നമ്മൾ ഓഫർ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ അതിന് വളരെ ഒരു എക്സൈറ്റിംഗ് റെസ്പോൺസ് കിട്ടിയെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. ആ മേഖലയിൽ ഇത്തവണ ഞങ്ങളൊരു വ്യത്യാസം കാണിച്ചിരിക്കുന്നത് ഈ IT കമ്പനികളെ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് 9 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ IT പാർക്കുകൾ കേരളത്തിൽ വരുന്നുണ്ട്. കേരളത്തിൻ്റെ മാത്രം ഒരു യുണീക്ക് ഫീച്ചറാണത്. സ്റ്റാർട്ടിങ് ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കൊരട്ടി, അമ്പലപ്പുഴ, കുണ്ടറ, തിരുവനന്തപുരം, അവിടെ തന്നെ പല മൾട്ടിപ്പിൾ പാർക്സ് ഉണ്ട്. ഈ 9 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഈ IT ബിൽഡിങ്സ് മാത്രമേ അതിനോട് അനുബന്ധിച്ചുള്ള ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ. വെൻ ഐ മീൻ എക്കോസിസ്റ്റം, ഇറ്റ് കുഡ് ബി കമേഴ്ഷ്യൽ കോംപ്ലക്സ്, മൾട്ടിപ്ലെക്സസ്, ഗെയിമിംഗ് അവന്യൂസ്, പിന്നെ ക്ലബ് ഹൗസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഇതിനെല്ലാം സർക്കാരിൻ്റെ പൈസ മാത്രം നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ലുക്ക് അറ്റ് ദ ബാംഗ്ലൂർ മോഡൽ, 99% ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി കംസ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ ഞങ്ങൾ എമർജിങ് കേരളയിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഓഫർ കൂടി ക്യാരി ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അതിന് വളരെ വ്യാപകമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും റെസ്പോൺസ് ഇസ് വെരി പോസിറ്റീവ്. ജനറലി 1-2 നല്ല ലീഡുകളായിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൊരു കാര്യം, ഏകദേശം ഒരു 20ഓളം കമ്പനികൾ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഉള്ള കമ്പനികൾ നമ്മുടെ സ്റ്റാളിൽ പ്രതിനിധീകരിക്കപ്പെട്ടിട്ട് അവരവിടെ വന്നിട്ടുണ്ട്. ദേ പാർക്ക് വിത്തിൻ അവർ ഓഫീസ്. രാവിലെ വന്ന് ലാപ്ടോപ്പ് വെച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദീസ് ഗൈസ് വെരി സ്മാർട്ട് ഗൈസ്, അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ദേ ക്യാപ്ചർ ബിസിനസ്. അപ്പോൾ അതിൽ നിന്നുള്ള റെസ്പോൺസ്, കാരണം അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ ദുബായിൽ വന്ന് അവർക്കൊരു സ്റ്റോൾ സെറ്റപ്പ് ചെയ്യാനുള്ള അത്രയും രീതിയിലുള്ളൊരു വളർച്ച നേടിയിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സാണ്. അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് ഈ ടെക്നോളജി സൊല്യൂഷൻസ് ആഗ്രഹിച്ച് വരുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന ബിസിനസ്സുകാരുമായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം വേദിയായിട്ടാണ് കേരള ITയുടെ സ്റ്റാള്. അത് ഇത്തിരി ഒരു നല്ല രസകരമായൊരു തീമിലാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഒരു കണ്ടംപററി തീമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യു വിൽ സീ ഇറ്റ് സ്റ്റാൻഡിങ് ഔട്ട് ഫ്രം റെസ്റ്റ് ഓഫ് ദ സ്റ്റാൾസ്. ഈവൻ ഇന്ത്യയുടെ പവലിയൻ്റെ തൊട്ടടുത്താണെങ്കിൽ പോലും ഇതൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റാളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റാളുമാണ്. അപ്പോൾ ഇന്ന് രാവിലെ വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇതിൽ വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരുപാട് ഡീലുകൾ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്തിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ അവർ പറയുമ്പോൾ ഈ കുട്ടികളുടെ കണ്ണൊക്കെ ഇങ്ങനെ വികസിച്ചായിരിക്കുന്നത്. ദേ ആർ റിയലി റിയലി എക്സൈറ്റഡ്. ഐ വാസ് ഓൾസോ ഗൈഡിങ് ദം ഫ്രം ബിഹൈൻഡ്. ദേ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ദ ബിസിനസ് പീപ്പിൾ. എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്, സ്കിൽസ് ഒന്നും അവർക്ക് പലപ്പോഴും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു അബദ്ധത്തിലൊന്നും ചാടരുത്. പക്ഷേ ടു മൈ എക്സൈറ്റ്മെൻറ്റ് ഒരുപാട് പേര് നല്ല ഒരു 2-3 ബിസിനസ് ഒരെണ്ണം കിട്ടിയാൽ തന്നെ മുതലായി ഇതുപോലെ വന്നത്. അപ്പോൾ അവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് രാവിലെ വി മെയ്ഡ് എ പ്രസൻറ്റേഷൻ ടു ദ UK ഇൻവെസ്റ്റ്മെൻറ്റ് ടീം. അവിടെ കേരളത്തിൻ്റെ സാധ്യതകൾ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അവിടെയും ഈ ഞങ്ങളുടെ കമ്പനികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ആണ് തോന്നുന്നത്. ഇതുവരെ ഇത്രയേ അല്ലായിരുന്നു പറ്റുന്നത്. കാരണം പല ഈ മോഡൽസ് കേരളം തന്നെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിന് യുണീക്കായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് മോഡൽസ് ഉണ്ട്. IT പാർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വേ ബാക്ക് ഇൻ 89-90 പീരീഡിൽ അവിടെ കൺസീവ് ചെയ്ത സമയത്ത് ഒരു IT പാർക്ക് എന്താണെന്ന് ഇന്ത്യയിൽ ആർക്കും അറിയില്ല. അങ്ങനത്തെ അത്രയും നേരത്തെ തന്നെയാണ് ടെക്നോ പാർക്ക് വിഭാവനം ചെയ്യപ്പെടുകയും 1994 പീരീഡിൽ സെറ്റപ്പ് ചെയ്തിട്ട് 95 നരസിംഹറാവ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തിട്ട് വന്ന ആദ്യത്തെ അന്നുണ്ടാക്കിയൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഫോളോ ചെയ്തിട്ട് ആ ലെവലിലൊരു ഗ്രോത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ പറ്റിയുള്ളൊരു പെർസെപ്ഷൻ അറിയാമല്ലോ. രണ്ടാമത്, ജിയോഗ്രാഫിക്കലി വി ആർ ഇൻ വൺ കോർണർ ഓഫ് ദ കൺട്രി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്.
മൂന്നാമത് ഏറ്റവും വളരെ വ്യക്തമായിട്ട് ഉള്ള ടേംസിൽ നമുക്ക് പറയാൻ പറ്റുന്ന നമുക്കൊരു ടെലിസ്കോപ്പിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിൽ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫോ പാർക്ക് തുടങ്ങി വെച്ചാൽ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വിസ്മയ എന്ന് പറയുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കി. കെട്ടിടം ഉണ്ടാക്കി വരുമ്പോൾ ആദ്യം ഒരു ഇതാണ് ഇവിടെ ഇത് സ്ഥലം ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അയ്യോ ഇത് വിറ്റ് പോകാൻ പറ്റുമെന്ന്. ദ മൊമെൻറ്റ് ദ സ്ട്രക്ചർ വാസ് റെഡി, the top 3 floors were taken by the largest company in the whole of Asia. TCS took. TCS എടുത്തപ്പോൾ ഉടനെ ഒരു ഫ്ലോർ വന്നിട്ട് വിപ്രോ എടുത്തു. And they set up their the largest hardware testing lab in Asia. Okay. ഇതെല്ലാം കണ്ട സമയത്ത് പിന്നെ സിറോക്സ് ഇപ്പോൾ ACS സിറോക്സ് വന്നിട്ട് അതെടുത്തു. ഒരു 2 ആഴ്ച കൊണ്ട് സ്പേസ് മുഴുവൻ അങ്ങ് സോൾഡ് ഔട്ട് ആയിപ്പോയി. ഐ ഗോട്ട് എക്സൈറ്റഡ്. ഇത്രയും സ്ഥലം എനിക്ക് വിൽക്കാൻ പറ്റിയെന്നുള്ളത്. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റിൽ അഹങ്കരിച്ചിട്ടിരുന്നു. But what is actually the damage happening in the background could not be visualized at that point of time because ഇത് കണ്ടിട്ട് ഒരുപാട് കമ്പനികൾ ബോർഡറിൽ വന്നിരുന്ന് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് വരാൻ മടിച്ചു വന്ന കമ്പനികളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരെല്ലാം രഹസ്യമായിട്ട് എൻക്വയറികളായിട്ട് വന്നു. ഇനി ഞങ്ങൾക്ക് സ്ഥലം കിട്ടുമോ? അപ്പോൾ സ്ഥലമില്ല കൊടുക്കാൻ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്ത ബിൽഡിംഗ് അതുല്യ വരുന്നത് ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ 5 വർഷം സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ആളുകൾ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഫോ പാർക്കിൽ പോയ സ്ഥലം കിട്ടില്ല, സ്ഥലമില്ല. അത് ഒരു പരിധി വരെ അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയത് നമ്മൾ 2 കോ ഡെവലപ്പേഴ്സിനെ കൊണ്ടുവന്നു. പ്രൈവറ്റ് ലീല ഗ്രൂപ്പ് വന്ന് കുറച്ച് ബിൽഡിംഗ് കെട്ടി, ലാസൻ ആൻഡ് ട്യൂബ്രോ വന്നൊരു ബിൽഡിംഗ് കെട്ടി. അപ്പോൾ അവർക്ക് മാത്രമായി ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഇത് ആര് കിട്ടുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിന് ഇമ്പോർട്ടൻ്റ് അല്ല. ആര് കിട്ടിക്കഴിഞ്ഞാലും ജോബ് ക്രിയേറ്റ് ചെയ്ത വെൽത്ത് ജനറേറ്റ് ചെയ്യും. ഓക്കെ. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയത് കൊണ്ട് തിരുവനന്തപുരത്തായാലും ഇതേ സംഗതി തന്നെയാണ്. വന്നൊരു സ്ഥലം ആളുകൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ആളുകൾ അവിടെ പോയിട്ട് കാര്യമില്ല, അപ്പോൾ അവിടെ പോയ സ്ഥലം കിട്ടില്ല. നമ്മൾ മിൽക്ക് ബൂത്തിൽ പോയിട്ട് പാൽ അന്വേഷിച്ചിട്ട് 3 പ്രാവശ്യം ചോദിച്ചാൽ പാല് തീർന്നു, ഒരു 4ാമത് അങ്ങോട്ട് പോയില്ല. സെയിം തിങ് വാസ് ഹാപ്പനിങ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് ആവാനുള്ള ഒരുപാട് പ്രധാനപ്പെട്ട റീസൺ. കാരണം ആ 2005-2009 പീരീഡിൽ ഏകദേശം ഓൺ ആൻ ആവറേജ് ഒരു 6 to 6.5 lakh സ്ക്വയർ ഫീറ്റിൻ്റെ എൻക്വയറി വന്നിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരുന്നൊരു അവസ്ഥയാണ്. ബൂം പീരീഡും അതായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റണമെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനകത്ത് ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം. അത് വളരെ ക്ലിയറായിട്ട് ഈ ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു IT പോളിസി ചേഞ്ച് ഇപ്പോൾ വരുത്തിയിട്ട് കഴിഞ്ഞ ആഴ്ച ദിസ് പോളിസി ഹാസ് ബിൻ റിലീസ്ഡ്. അതിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ പ്രൈവറ്റ് IT പാർക്സിൻ്റെ സ്കോപ്പ് എന്താണ്, അവരുടെ ഇതെന്താണ്, നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസ്. വളരെ ഡെഫിനറ്റായിട്ട് ഇപ്പോൾ എമർജിംഗ് കേരളയുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 50ഓളം പ്രോജക്റ്റ് പ്രൊഫൈൽസ് ഓരോ ഏരിയയിൽ കോ ഡെവലപ്പർ വരുമ്പോൾ ആ മാസ്റ്റർ പ്ലാനിങ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഈ ബിൽഡിംഗ് നിങ്ങൾ കെട്ടണമെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ബി എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, അതിൽ നിന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കിട്ടും എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള കുറേ. ഇത് മാത്രമല്ല ഗവൺമെൻറ്റിന് എന്തൊക്കെ അസിസ്റ്റൻസ് കിട്ടും, സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. 2 മോഡലുണ്ട്. ഒന്നുകിൽ ആർക്കും വേണമെങ്കിൽ വന്നിട്ട് ആ സ്ഥലം എടുത്തിട്ട് അവിടെ ബിസിനസ് തുടങ്ങാം. അതിന് കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ 49% വരെ ഓരോ പ്രോജക്റ്റിനും പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനായിട്ടാണ് KSITL ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. വി ആർ നോട്ട് കം ഔട്ട് അതിൻ്റെ വലിയൊരു മാസീവ് ക്യാമ്പയിനായിട്ട് വന്നിട്ടില്ല. ബട്ട് വിൽ ബി വിസിറ്റിംഗ് ദുബായ് സൂൺ വിത്ത് ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഉണ്ട്. അത് ടെക്നോപാർക്കിൽ വളരെ എക്സൈറ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ബിൽഡിംഗ് ഒറ്റക്കെട്ടിടം അവിടെ തയ്യാറായിട്ട് വരികയാണ്. ആ ഒറ്റക്കെട്ടിടം ഏഷ്യയിൽ ഇതാവുന്നത് ലീഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് ആണ്. ഇറ്റ്സ് വെരി വെരി ഹൈ ക്വാളിറ്റി ബിൽഡിംഗ് ഡിസൈൻ ബൈ ഹഫീസ് കോൺട്രാക്ടർ, എ ഫേമസ് ആർക്കിടെക്ട്. ആൻഡ് ഇറ്റ്സ് 2 ട്വിൻ ടവറായിട്ടാണ് വരുന്നത്. 1 million സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സിംഗിൾ ബിൽഡിംഗ് ആണ്. ഇന്ത്യയിൽ അങ്ങനെ ഇല്ല ഈ ലീഡ് ഗോൾഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു മോഡലിൽ അപ്പോൾ ഒരു 4 മാസത്തിനകത്ത് നമുക്ക് 1 million സ്ക്വയർ ഫീറ്റ് 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓൾ സഡൻ റെഡി ആവുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാം. പറയാം ഈ സ്പേസിൻ്റെ ഒരു കാര്യത്തിൽ ഇതുവരെ കേരളത്തിൽ ഇൻഫോ പാർക്ക് ആയാലും ടെക്നോ പാർക്ക്, ഇപ്പോൾ സൈബർ പാർക്ക് പൊങ്ങി വരുന്നു, അവിടെ ഒരു സ്പേസ് സെല്ലിങ്ങിന് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈവൻ എ സിംഗിൾ സ്ക്വയർ ഇഞ്ച് സ്പേസ് ഇസ് ലൈങ് വേക്കൻറ്റ് ഇൻ ദീസ് പാർക്സ് ടുഡേ. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സമയം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള വേർഡ് ഓഫ് മൗത്തിൽ ചെറിയ ബ്രോഷ് വഴിയോ അല്ലെങ്കിൽ വെബ് വഴിയോ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊപ്പഗേഷനിൽ കൂടെ വി ആർ ഗെറ്റിംഗ് സഫിഷ്യൻറ്റ് ബിസിനസ്. ഒരു സ്ഥലം അങ്ങനെ വേസ്റ്റായി കിടക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞത് ഞാൻ വേറൊരു തരത്തിൽ എക്സ്ട്രാപുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ നന്മകൾ എന്താണ്, കേരളത്തിലുള്ള യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് ലാർജ് കോർപ്പറേറ്റ്സിനെ അറിയിക്കുന്നതിൽ ഷാബു പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഫെയിലായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ആവശ്യമായി. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ആ പ്രസൻറ്റേഷൻ നടത്തി കഴിഞ്ഞ സമയത്ത് എവരിബഡി വാസ് അമേസ്ഡ്.
ഇത്രയും കോസ്റ്റ് കുറവാണോ കേരളത്തിൽ വർക്ക് ചെയ്യാൻ? ബിക്കോസ് നാസ്കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം US-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിറ്റീസിനെ റേറ്റ് ചെയ്തിട്ട് പൂനെ ഈസ് ദ ചീപ്പസ്റ്റ്. ഐ വുഡിൻ യൂസ് ദ നെയിം ചീപ്പസ്റ്റ് എന്ന് ഞാൻ ആ വേർഡ് പറയില്ല, ലെസ് എക്സ്പെൻസീവ്, ലീസ്റ്റ് എക്സ്പെൻസീവ്. പക്ഷെ പൂനെയായിട്ട് നമ്മൾ കേരളത്തിലെ കൊച്ചിനെയും തിരുവനന്തപുരത്തെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് വി ആർ 34% ചീപ്പർ ഓർ ഈവൻ ലെസ് എക്സ്പെൻസീവ് ദാൻ പൂനെ. അതിൻ്റെ ബേസിക് റീസൺ പലരും മനസ്സിലാക്കില്ല. അത് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫെയിൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കേരളത്തിലെ IT-യുടെ ഒന്ന്, വി ഗോട്ട് എ സ്പെഷ്യൽ താരിഫ് ഫോർ ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് കോൾഡ് LT4 താരിഫ്. അതിപ്പോൾ നമ്മൾ റിവിഷൻ കഴിഞ്ഞു. നേരത്തെ 3 രൂപ 20 പൈസ 22 പൈസയായിരുന്നു. ഇപ്പോൾ അത് റിവൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയതിന് ശേഷവും 4 രൂപ 25 പൈസയാണ് ഒരു kWh വരുന്നത്. വേറെ കമേഴ്ഷ്യൽ റേറ്റ് നമ്മൾ 9 രൂപ 10 രൂപയിൽ ആണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതല്ല. ബാംഗ്ലൂരിൽ ഓൺ ആൻ ആവറേജ് 65 മുതൽ 85% വരെ പവർ കട്ടാണ്. ആ സമയത്തെല്ലാം നിങ്ങൾ DG സെറ്റിലാണ് അവർ റൺ ചെയ്യുന്നത്. ഇന്നത്തെ ഇപ്പോൾ ഏകദേശം ഒരു 4.25 രൂപയോളം ഡീസലിന് കൂടുന്നതിന് മുൻപ് 18 രൂപ 20 പൈസയാണ് അവരുടെ ഡീസലിന് അവർ ചാർജ് ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പോൾ 22 രൂപയാണ് സർവീസ് ചാർജ് ഒക്കെ അടക്കം. ഏകദേശം 22, കൃത്യമായിട്ടുള്ള ഫിഗർ എനിക്കറിയില്ല. സംവർ ബിറ്റ്വീൻ 21 and 20 rupees. അപ്പോൾ 65 മുതൽ 85% വരെ സമയം ഒരു ദിവസത്തിലെ വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്നത് 22 രൂപ പെർ യൂണിറ്റിലാണ്. വേറാസ് we are able to provide 95 to 99% uptime on the grid. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് സോ സ്ട്രോങ്. ഇപ്പോൾ എല്ലാവരും പറയേണ്ട വൈദ്യുതി കുറവാണ്, പവർ കട്ട്. പക്ഷേ നമ്മുടെ IT പാർക്സിൽ, ടെക്നോ പാർക്ക് ഇസ് ദ ലാർജസ്റ്റ് IT പാർക്ക് ഇൻ ദ കൺട്രി. അവിടെയും ഇൻഫോ പാർക്കിലെ പവർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം നോക്കി, ഇറ്റ് വെരി അമേസിങ്. 7 ഡിഫറൻറ്റ് സോഴ്സിൽ നിന്നാണ് പവർ വരുന്നത്. റിഡൻഡൻറ്റ് ലൈൻസ് ഉണ്ട് അവിടെ. ഇടമലയാറ്, മോടിയാറ്, പിന്നെ എന്താ പറയുക, നമ്മുടെ കായംകുളം BSES, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇതെല്ലാം ഫെയിലായി കഴിഞ്ഞാൽ പോലും ബ്രഹ്മപുരം ലോക്കൽ ഡീസൽ ജനറേഷൻ പോസിബിലിറ്റി ഉണ്ട്. 2003-2004 എൻ്റെ റെക്കോർഡ്സ്, 2004 റെക്കോർഡ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് including scheduled maintenance shutdown, our failure was 22 minutes in a year, not in a day. 22 minutes in a year. And that too was shut down just because of the scheduled maintenance. അപ്പോൾ അത്രയ്ക്ക് നല്ല അപ് ടൈം നമ്മൾ തരുന്ന സമയത്ത് നമ്മൾക്ക് സാധാരണ ഞങ്ങൾ ഈ സ്പേസിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ഡീസൽ ജനറേറ്ററിൻ്റെ ചാർജ് പോലും എഴുതാറില്ല. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊക്കെ ഉണ്ട്, കുഷ്മൻ ആൻഡ് വേക്ക്ഫീൽഡ്, അങ്ങനത്തെ ആൾക്കാർ അമേസ്ഡ് ആവും. ഇവർക്ക് തെറ്റുപറ്റുന്നതാണോ? ഞങ്ങൾ ഇത് തെറ്റുപറ്റുന്നതല്ല. കാരണം ഇത് പവർ പോയാലല്ലേ ഡീസലോൺ. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസലെല്ലാം കൂടി ഈ ടാങ്കിൽ കിടന്ന് പിന്നെ ഡീക്കേ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എവറി മോർണിംഗ് വി സ്റ്റാർട്ടപ്പ് ഒരു ഐഡിൽ റൺ 20 minutes റൺ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ബാറ്ററിയും ചാർജ് ആവില്ല. അതെ, അതാണ് ശരിക്കുള്ള സിറ്റുവേഷൻ. അങ്ങനെ വരുന്നൊരു സമയത്ത് ഇപ്പം ഹൈദരാബാദിനെയോ ബാംഗ്ലൂരിനെയോ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ചിലവാക്കുന്നതിൻ്റെ 30% നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 70% നമ്മൾ അവിടെ ലാഭിക്കുകയാണ് ഇലക്ട്രിസിറ്റി ചാർജ്. പിന്നെ കൂടാതെ ഓൺ ആൻ ആവറേജ് 31% ഓപ്പറേഷണൽ കോസ്റ്റ് ഇവിടെ കുറവാണ്. കറക്റ്റ്. ഒരേ ഒരു കാര്യത്തിലാണ് പല കമ്പനികളും വന്നിട്ട് ഓപ്പറേഷണൽ കോസ്റ്റ് കേരളത്തിൽ കൂടുതലാണെന്ന് പറഞ്ഞത്, മാർജിനലി. ദാറ്റ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് സെക്ടറില്ലേ. ഇപ്പോൾ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിലേക്ക്, കോൾ സെൻറ്റേഴ്സിലേക്ക് ആളെ കൊണ്ടുവരുന്നത് വണ്ടിയിലാണ്. അതത്ര ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് സിറോക്സിൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റ് അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ആ സെഗ്മെൻറ്റിൽ മേ ബി വെൻ കമ്പയർഡ് ടു ബാംഗ്ലൂർ യു ആർ സ്ലൈറ്റ്ലി കോസ്റ്റ്ലിയർ.